കേരളത്തിൽ UDF ഗവൺമെന്റ് അധികാരത്തിൽ വന്ന് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഇവിടെ സുദീർഘകാലം കേരളത്തിലില്ലാത്ത കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെയുള്ള പോലീസിന്റെ കടന്നാക്രമം അവസാനിപ്പിച്ചിരുന്നു. അങ്ങനെ സുദീർഘകാലം പാവപ്പെട്ട ജനങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമം അവസാനിച്ച കേരളത്തിൽ UDF അധികാരത്തിൽ വന്ന് മണിക്കൂറുകൾ കഴിയുമ്പോഴാണ് അവർക്ക് അനുകൂലമായ കാലം, അതായത് പാവങ്ങളെ കടന്നാക്രമിക്കാനുള്ള സൗകര്യം സാമ്പത്തിക ശേഷിയുള്ള വിഭാഗത്തിന് സാങ്കേതികമായി കോടതിയുടെ സൗകര്യപ്രദമായ വിധി കൂടി ചേർത്ത് കടന്നാക്രമണത്തിനു വേണ്ടി തുനിഞ്ഞത്. ഇതിനു മുമ്പ് കേരളത്തിൽ സമീപകാലത്തുണ്ടായ പട്ടികവർഗ ജനവിഭാഗങ്ങൾക്ക് നേരെയുള്ള കടന്നാക്രമണം നടന്നത് മുത്തങ്ങയിലായിരുന്നു, വയനാട്. അവിടെ നിരവധി ആളുകളെ വെടിവെച്ച് കൊല്ലുന്ന നിലവരെ സ്വീകരിച്ചു. ആദിവാസികളായിട്ടുള്ള നിരവധി ആളുകളെ തല്ലിച്ചതച്ചു. സ്ത്രീകളെയും കുട്ടികളെയും പ്രായമുള്ളവരെയും എല്ലാം തല്ലിച്ചതക്കുന്ന നില ഉണ്ടായി. അതിന്റെ തുടർച്ചയായിട്ട് കേരളത്തിൽ ശക്തിയായ ജനകീയ പ്രതിരോധം തീർക്കുകയും അവർക്കത് തുടർന്ന് മുമ്പോട്ടേക്ക് പോകാനാവാത്ത സാഹചര്യം സൃഷ്ടിക്കുകയുമാണ് ജനകീയ മുന്നേറ്റത്തിന്റെ ഭാഗമായിട്ട് അവർക്ക് ഗത്യന്തരമില്ലാതെ പിന്നോട്ടേക്ക് പോകേണ്ടി വന്നു. മുത്തങ്ങയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിടയിൽ ഈ പാവപ്പെട്ട ജനവിഭാഗങ്ങൾക്ക് 4.5 ലക്ഷത്തോളം വരുന്ന പട്ടയങ്ങളാണ് നൽകിയത്, രേഖകളാണ് നൽകിയത്. താമസിക്കാൻ ഭവനങ്ങളില്ലാത്ത 5 ലക്ഷത്തിലധികം ആളുകൾക്ക്, കൃത്യമായിട്ട് പറഞ്ഞാൽ കൃത്യമായ കണക്ക് പൂർത്തിയായത് 5,364,000. ഇനി പൂർത്തിയാകുന്നതിന് വേണ്ടി ഏതാണ്ട് 1,36,000. ഇത്രയും വീടുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടി വളരെ വേഗം തന്നെ സാധിക്കുമെന്നാണെന്ന് ഞങ്ങൾ കണ്ടത്. ഏതാണ്ട് 6.5 ലക്ഷം വീട് കേരളത്തിലെ പാവപ്പെട്ട മനുഷ്യർക്ക് നൽകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഫലപ്രദമായിട്ട് നടത്തിയ ഇടപെടലിന്റെ ഭാഗമായിട്ട് സാധിക്കുകയാണ്. ഇവിടെ 1921 ഈ ഭൂമിയിൽ ഈ പാവപ്പെട്ട മനുഷ്യന്റെ അവരുടെ എല്ലാം 4 തലമുറയായി അവരുടെ ആദ്യത്തെ ഏറ്റവും ശ്രദ്ധേയനായ കാളു കുറുമ്പൻ അദ്ദേഹം താമസിക്കാൻ തുടങ്ങിയത് 1921. 1921 മുതൽ ഇന്ന് വരെ അവരവിടെ താമസിക്കണം. അവരുടെ കുടുംബങ്ങൾ 8 മക്കളായിരുന്നു. 8 മക്കളും മക്കളുടെ മക്കളും എല്ലാം 4ാമത്തെ തലമുറയാണ്. ഇവരെ ഒഴിപ്പിക്കാൻ വേണ്ടി ഇതിനു മുമ്പും കോടതിയും കോടതിയുടെ ഭാഗമായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരും പോലീസും ഈ കേന്ദ്രത്തിൽ വന്നിട്ടുണ്ട് 14 പ്രാവശ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അതിന്റെ പ്രഖ്യാപിതമായ നിലപാടിന്റെ ഭാഗമായി പോലീസ് എന്ന സൈന്യത്തെ, വിഭാഗത്തെ
ജനങ്ങൾക്കെതിരായിട്ട് കടന്നാക്രമിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ഉപകരണമല്ല എന്ന് പ്രഖ്യാപിച്ചത് ഇപ്പോഴല്ല, 1957-ലാണ്. ജന്മിമാർക്ക് വേണ്ടി എപ്പോഴും ഇടപെട്ടുകൊണ്ടുള്ള ശീലം ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഭാഗമായിട്ട് പിന്തുടർന്നു വന്ന കേരളത്തിൽ ഇന്ത്യയിൽ ആദ്യമായി 1957 സഖാ VMSന്റെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോഴാണ് ഒരു കുടിയാന്റെയും കുടികിടപ്പുകാരന്റെയും കർഷകത്തൊഴിലാളിയുടെയും കൃഷിക്കാരന്റെയും മേൽ പോലീസ് അധികാരം ഉപയോഗിക്കേണ്ടതില്ല എന്ന് തീരുമാനിച്ചത്. അതുകൊണ്ടൊരു പുതിയ കാര്യമല്ല ഇത്. 1957 സഖാ VMSന്റെ ഗവൺമെന്റ് മുതൽ ആരംഭിച്ച ഈ പാവപ്പെട്ട മനുഷ്യരുടെ സംരക്ഷണത്തിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പുരോഗമന പ്രസ്ഥാനങ്ങൾ, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെ അതിശക്തിയായ സമരങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെയാണ് കേരളത്തിലെ ഇന്നത്തെ വർത്തമാന കാലഘട്ട ജനതയെ സൃഷ്ടിച്ചത്. യാദൃശ്ചികമായി സംഭവിച്ച ഒന്നല്ല കേരളത്തിന്റെ വളർച്ച. ഇടതുപക്ഷമെന്ന് പറഞ്ഞു നടക്കുന്ന ചില ആളുകളുണ്ട്, അവർ പറയുന്നത് പോലെ രൂപപ്പെട്ടു വന്നതുമല്ല. 1957 ആദ്യമായിട്ട് സഖാ VMSന്റെ ഗവൺമെന്റ് ഇന്ത്യയിൽ പറഞ്ഞു, ഒരു മനുഷ്യനെയും ഇനി കുടി ഒഴിപ്പിക്കരുത്. അന്നാ പറഞ്ഞത്, ഒരു മനുഷ്യനെയും ഇനി കുടി ഒഴിപ്പിക്കരുത്. ഒരു ഓർഡിനൻസ് കൊണ്ടുവന്നു. ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് 6ാമത്തെ ദിവസം കൊണ്ടുവന്ന ഓർഡിനൻസാണ് കുടി ഒഴിപ്പിക്കൽ വിരുദ്ധ ഓർഡിനൻസ്. ആ ഓർഡിനൻസ് അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് പറഞ്ഞത്, ഇനി ഒരു മനുഷ്യനെയും കുടി ഒഴിപ്പിക്കാൻ പാടില്ല. അപ്പോഴും ജന്മിമാർക്ക് വേണ്ടിയിട്ട്, ഭൂപ്രമാണിമാർക്ക് വേണ്ടി പഴയകാലം പോലെ പോലീസിനെ ഉപയോഗിക്കാൻ വന്നപ്പോൾ പറഞ്ഞു, പോലീസിന്റെ പണി ഇതല്ല. പാവപ്പെട്ട മനുഷ്യരെ കുടി ഒഴിപ്പിക്കലല്ല, കർഷക തൊഴിലാളികൾക്കെതിരായിട്ട് കുതിര കയറലല്ല, കൃഷിക്കാരനെതിരായിട്ടുള്ള കടന്നാക്രമണം നടത്തലല്ല, അവരെ സംരക്ഷിക്കലാണ് ഈ ഗവൺമെന്റിന്റെ നിലപാട്. ആ നിലപാടിന്റെ ഭാഗമായിട്ടുള്ള പോലീസ് ആ നിലപാടാണ് സ്വീകരിക്കേണ്ടത് എന്ന് നയപരമായി തീരുമാനിച്ചു. അത് 1957-ലാണ്. 1969 ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി കാർഷിക ഭൂപരിഷ്കരണ ഭേദഗതി നിയമം പാസായി. അത് യാദൃശ്ചികമായി സംഭവിച്ചതല്ല, നിരവധി പോരാട്ടങ്ങളുടെയും സമരങ്ങളുടെയും ഭാഗമായി 1967 അധികാരത്തിൽ വന്ന സഖാ VMSന്റെ ഗവൺമെന്റ് 1969 ഒക്ടോബർ 14 അന്ന് സഖാവ് ഗൌരിയമ്മ പൈലറ്റ് ചെയ്ത ആ ബില്ല് നിയമമാക്കാൻ കഴിയും. വലിയ ചർച്ചയൊക്കെ നടന്നെങ്കിലും അവിടെ ഏകണ്ഠമായിട്ട് തന്നെയാണ് ആ നിയമം നിർമ്മിക്കപ്പെട്ടത്. കോൺഗ്രസുകാരൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവരൊക്കെ എതിർത്തിരുന്നു. ഏകണ്ഠമായിട്ട് ആ നിയമം നിർമ്മിക്കാൻ നമുക്ക് കഴിയും.